PV അൻവറിനുള്ള മറുപടിയായി CPM ആണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലമ്പൂർ ചന്തക്കുന്നിലാണ് യോഗം. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, നടി നിലമ്പൂർ ആയിഷ തുടങ്ങിയവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം നടത്തണം. തൊഴിലാളികൾക്കിടയിൽ, കൃഷിക്കാർക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായിട്ട് നടത്തണം. ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സഖാക്കൾ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അഴിമതിരഹിതമായി, ജനോപകാരപ്രദമായി, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ ഗവൺമെന്റിൽ പ്രവർത്തിച്ച സഖാക്കൾ, ചുമതലപ്പെടുത്തിയ സഖാക്കൾ പ്രവർത്തിക്കണം. ഇതാണ് പാർട്ടി മനസ്സ്. ഇതിലെന്തെങ്കിലും തരാറുണ്ടോ? ഇതിലെന്താ തരാറ്? ഗവൺമെന്റിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ആ പ്രവർത്തനം നടത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പാർട്ടിയുടെ പ്രവർത്തനം നടത്തും. ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? അപ്പൊ നല്ല നിലയ്ക്ക് സംസ്ഥാനം പോവും. എന്നാൽ ചില ആൾക്കാരുണ്ട് ഇതിങ്ങനെ പോയിക്കൂടാ. അവർ പറഞ്ഞെന്താ അറിയോ? ഈ ഒരു മോട്ടോർ സൈക്കിളിൽ പോകാൻ വെച്ചാൽ 5 ആളായ്മ പോകണം. 5 ആൾ പോകണം മോട്ടോർ സൈക്കിൾ. അത് സർക്കസിലാട്ടാ. 5 ആൾ പോകണം മോട്ടോർ സൈക്കിളിട്ട് ആൾ പുറത്തു പോയി എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? നിയമവിരുദ്ധല്ലേ? നിയമാനുസൃതമായിട്ടല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നിയമവിരുദ്ധമായി ജീവിക്കണം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമുക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങാം. എന്താണ്? കള്ളക്കടത്ത് നടത്താം. നല്ല പ്രവർത്തനം. എന്താണ്? കള്ളക്കടത്ത്. പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനം അതെന്താ? കുഴൽപ്പണം. അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, മണൽ കക്കുക, പിന്നെ കള്ളമണലടിക്കുക, ലോറിയിൽ 2-4 അടിച്ച് കയറ്റി കൊണ്ടുപോകുക. അപ്പോൾ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനം അത് നടത്തണം എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുണ്ടാവും. മനസ്സിലായി? നമ്മൾ പാവങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നല്ല നിലയിൽ ചിന്തിക്കുകയാണ്. എന്ത്? നല്ല നിലയിൽ കാര്യങ്ങൾ നടന്നു പോകണം, സമാധാനം പോകണം, കാര്യം പോകണം. അങ്ങനെയല്ല, നേരെ മറിച്ച് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടേ. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാം. നമുക്ക് നിർഭാഗ്യകരമായൊരു കാര്യം, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും നമ്മൾ നാട്ടിലുണ്ട്. മനസ്സിലായി? ഞങ്ങൾ അവരുടെ കയ്യടി കിട്ടുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ നടത്താറില്ല. ആ പ്രവർത്തനമാണ് ആര് നടത്തിയത്? PV അൻവർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതിന് ഞാൻ പറയാൻ പാടില്ല. കേൾക്കുമ്പോൾ നല്ല രസം തോന്നുകയും, മനസ്സിലായോ? അയ്യോ ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോയി പോലീസ്. കേരള പോലീസാട്ടോ, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. മര്യാദയ്ക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ. മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഒരു സംശയവും വേണ്ട. അത് ആ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ പ്രവർത്തനം കണ്ട് നമ്മൾ നടപടിയെടുക്കണ്ടേ? ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ട്, ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ടിൽ. മലപ്പുറം തന്നെ കുടുങ്ങിയില്ലേ? ഇപ്പം മലപ്പുറം എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെയാണ് ഇപ്പം ഒരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം എന്ന് പറയാൻ പാടില്ല. ആ എയർപോർട്ടിൽ കൂടി ആരൊക്കെയോ സ്വർണം കടത്തി കൊണ്ടുപോയി. ഇപ്പം പഴയ കാലമല്ല, തകരാറ് പിടിച്ച ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിൽ. ഏതോ ചങ്ങാതിമാർ ഈ സ്വർണം കൊണ്ടുപോകണോൻ്റെ കയ്യിൽ നിന്ന് സ്വർണം കൊണ്ടുപോകണ ആൾക്കാരുണ്ട്. അത്ര ഉമ്മക്കിപ്പോൾ അതറിയില്ല. കാരണം നമ്മളിത് കൊണ്ടുപോയി ശീലിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇങ്ങനെ കൊണ്ടുപോകണവരെ സ്വർണം തട്ടിക്കൊണ്ടുപോവുക. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൽ പിന്നെ ആ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകത്രേ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ തട്ടിക്കൊണ്ടുപോയെന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുണ്ടത്രേ. അതായത് ഒരു തട്ടിക്കലല്ല, 2-3 തട്ടിക്കൽ. ഇങ്ങനെ ഈ തട്ടിക്കലേരെ കൂടി റോട്ടിലിറങ്ങി നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താവും? സംഗതി കുടുങ്ങൂലേ? 5 ആളാ മരിച്ച് ഒരു അപകടത്തിൽ. മനസ്സിലായി? നിങ്ങൾക്ക് ഈ അടിച്ചു മാറ്റിയാനെ പിടിക്കാൻ വേണ്ടി അതിനടിച്ചു മാറ്റാൻ വരിക. ഇവർ തമ്മിൽ സ്പീഡ് പോയിട്ട് കൂട്ടി 5 ആളും മരിച്ചു. ഇതിൻ്റെ പേരെന്താ? അതിൻ്റെ പേരാണ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം. അത് പറ്റൂല കേരളത്തിൽ. മനസ്സിലായി? നിങ്ങൾക്ക് അങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകുക, അതിൻ്റെ പിടിക്കാൻ നടക്കാൻ തമ്മിൽ തല്ലുക, എന്നിട്ട് ഇടിക്കുക, വെടിവെക്കുക, അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി ആകുമ്പോൾ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസിനെ കൊണ്ട് ഇത് പിടിപ്പിച്ചത്. ആരും സംശയിക്കൊന്നും വേണ്ടതിൽ. ഇനിയിപ്പോൾ ആരെങ്കിലും കരുതുന്നുണ്ട് കുറച്ച് കടത്തിയിട്ടാണ്ട് പോയി തട്ടിക്കൊണ്ടുപോച്ചാൽ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ന്യായമായ പ്രവർത്തനമല്ലേ?
ഇതൊരു കുറ്റാണോ? കള്ളനെ പിടിക്കാൻ പാടില്ലേ? കള്ളക്കടത്തേരനെ പിടിക്കാൻ പാടില്ലേ? ക്രിമിനലിനെ പിടിക്കാൻ പാടില്ലേ? അത് പിടിക്കണ്ടേ? അതല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത്. അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല വൃത്തിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റിന്റെ വഴിക്കാ പോവാ, നല്ല നിലയ്ക്കാ പോവാ. ആ ഗവൺമെന്റിനെ എന്തിനാ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ അജണ്ട അത്? കേരള ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തൽ ആരുടെ അജണ്ടയാ? RSS അജണ്ടയാണ്. നരേന്ദ്രമോദി, RSS ഇവരുടെ അജണ്ടയാണ് കേരള ഗവൺമെന്റ്. എ വിജയരാഘവനാണ് നിലമ്പൂരിലെ ചന്തമുക്കിൽ നടക്കുന്ന CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് CPM-ന്റെ മറുപടിയാണ് ഇപ്പോൾ കേൾക്കുന്നത്.